ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. മൂന്നാം തവണയും LDF അധികാരത്തിലെത്തുമെന്ന് തവനൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി KT ജലീൽ പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മൂന്നാം ഊഴം കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അത്ര കണ്ട് വികസന പദ്ധതികളാണ് ജനങ്ങൾക്ക് അനുഭവവേദ്യമായ രൂപത്തിൽ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നത്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതെല്ലാം ജനങ്ങൾക്ക് ബോധ്യമായതാണെന്നും അദ്ദേഹം പറഞ്ഞു. തവനൂരിലൂടെയാണ് ദേശീയപാത കടന്നു പോകുന്നത്. അതുപോലെ തന്നെ തീരദേശപാത അതിൻ്റെ പൂർത്തീകരണവും തവനൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗത്തിലുള്ളത് നടന്നു. നായർത്തോട് പാലം ജനങ്ങൾക്കായി സമർപ്പിച്ചു. ഒളമ്പക്കടവ് പാലത്തിൻ്റെ നിർമ്മാണം വളരെ തീവ്രമായ രീതിയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ചോർച്ച നികത്തുന്ന പ്രവൃത്തിയും പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സ്റ്റീൽ ഷീറ്റിൻ്റെ പൈലിംഗ് പൂർണ്ണമായിട്ടും കഴിഞ്ഞു. ആ സ്റ്റീൽ ഷീറ്റിൻ്റെ പൈലിങ്ങിന് ശേഷം അതിൻ്റെ ഇടയിൽ ഉള്ള കോൺക്രീറ്റിൻ്റെ വർക്കാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വർഷം തന്നെ മെയ് മാസം ആകുമ്പോഴേക്ക് അതിൻ്റെ വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി സാധിക്കും. പരസ്യപ്രചരണം അടുത്ത ദിവസം തന്നെ ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രചാരണ പരിപാടികളുടെ 2 ഉദ്ഘാടനങ്ങളാണ്. ഒന്ന്, A. വിജയരാഘവൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണ പരിപാടികളുടെ ഉദ്ഘാടനം മട്ടന്നൂരാശാൻ ശങ്കരൻകുട്ടിമാരാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത 1-2 ആളുകളും ഒരുമിച്ച് നിന്ന് 10-15 മിനിറ്റോളം ചെണ്ട കൊട്ടി നിർവഹിക്കും. അതാണ് ഈ പ്രചരണ പരിപാടികളുടെ ഒരു സവിശേഷത, ഈ വർഷത്തെ ഈ ടേമിലെ പരിപാടിയുടെ സവിശേഷത.